ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ മഹാസഖ്യം. RJD നേതാവ് തേജസ്വി യാദവിന്റെ പ്രചാരണ പരിപാടികൾ നാളെ മുതൽ ആരംഭിക്കും. താരപ്രചാരകരുടെ പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. ബീഹാറിൽ നിന്ന് വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. മഹാസഖ്യത്തിലെ തർക്കങ്ങളൊന്നും തീരാതെയാണ് പട്ടിക പുറത്തുവിട്ടത്. ആ പട്ടിക പുറത്തുവിട്ടതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അതേ ദിവസം തന്നെയായിരുന്നു. ഇപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുമ്പോഴും താരപ്രചാരകരെയൊക്കെ ഇറക്കി ക്ഷീണം മാറ്റാനുള്ള ശ്രമത്തിലാണ്. ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകർ വരുന്നുമുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം മഹാസഖ്യത്തിന്. കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. പക്ഷെ ആ തലവേദന മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതാ ഇപ്പോൾ അടുത്ത പ്രചരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിന്റെയൊക്കെ പ്രമുഖ നേതാക്കൾ ബീഹാറിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധിയൊക്കെ വോട്ടർ അധികാര യാത്രയ്ക്കൊക്കെ ബീഹാറിലേക്ക് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മഹാസഖ്യത്തിന്റെ പ്രചരണത്തിനായി ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് ബീഹാറിലേക്ക് എത്തുക എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അത് ഈ RJDയും കോൺഗ്രസും തമ്മിൽ ഈ സീറ്റ് ധാരണയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താൻ തന്നെയാണ് എന്ന RJD നേതാവായ തേജസ്വി യാദവ് ആവർത്തിക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവും അതിനെ പിന്താങ്ങുന്നുണ്ട്. പക്ഷെ അതേസമയം കോൺഗ്രസ് ഇപ്പോഴും ഒരു ഔദ്യോഗികമായി ആ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിട്ടില്ല. മഹാസഖ്യം ഇപ്പോഴും അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും തന്നെ നടത്തിയിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ RJDക്ക് വേണ്ടി കോൺഗ്രസ് അങ്ങനെ എത്തുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. പക്ഷെ അതേസമയം NDA സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ JDUവിനുള്ളിൽ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചരണവുമായി അവർ എല്ലാ മേഖലകളിലേക്കും എത്തിയിരിക്കുന്നുള്ളത് തന്നെയാണ്. ഈ മാസം 24-ന് പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ മാസം 30-ന് വീണ്ടും എത്തുമെന്നാണ് NDA ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതാണ്ട് 10ഓളം റാലികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു പ്രചരണം ഇതിനോടകം തന്നെ തുടക്കം കുറിക്കാൻ NDA ക്യാമ്പുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മേൽക്കോയ്മ. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 130-ലധികം മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ, അതിഷി ഉൾപ്പെടെയുള്ള, മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ പ്രചരണത്തിനായി ബീഹാറിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് വലിയൊരു ഒരു പ്രചരണ രീതിയിലേക്ക് മാറുമ്പോൾ ഏതാണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രചരണം എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് തന്നെയാണ് ആം ആദ്മി നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നാളെ തേജസ്വി യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കുമെന്ന് പറയുമ്പോഴും ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് എത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള താരപട്ടികയൊന്നും ഇനിയും മഹാസഖ്യം പുറപ്പെടുവിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രികകളൊക്കെ നൽകി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പ്രചരണം ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇടതു പാർട്ടികളും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.